നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി മിഡ് ഈസ്റ്റ് അവർ ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഗസയിൽ സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ഖത്തർ. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ഇസ്രായേൽ ലംഘിക്കുകയാണ്. സംഭവത്തിൽ UN സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. വിദഗ്ധ ഡോക്ടർമാരുമായുള്ള വിദൂര കൺസൾട്ടേഷൻ സാധ്യത പ്രയോജനപ്പെടുത്തി ഗസയിലെ UAE ഫീൽഡ് ആശുപത്രി. സ്റ്റാർലിങ്ക് സാങ്കേതികതയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ആഗോളതലത്തിൽ അറിയപ്പെടുന്ന നിരവധി ഡോക്ടർമാരുടെ സഹായത്തോടെയാണ് ഗസയിൽ സേവനം തുടരുന്ന UAE ഫീൽഡ് ആശുപത്രിയുടെ മറ്റൊരു ചുവടുവെപ്പാണിത്. സ്റ്റാർലിങ്ക് സാങ്കേതികതയുടെ സഹായത്തോടെ സങ്കീർണ കേസുകളിലാണ് വിദഗ്ധ ഡോക്ടർമാരുടെയും മറ്റും സഹായം തേടുന്നത്. ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി രോഗികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കം. 50ലേറെ കേസുകളിൽ ഇതിനകം വിദഗ്ധരുമായി വിദൂര കൺസൾട്ടേഷൻ നടന്നു. തുടർ ചികിത്സയ്ക്ക് വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ ഏറെ ഉപകരിക്കുന്നതായി ഫീൽഡ് ആശുപത്രി ഡോക്ടർമാർ അറിയിച്ചു. ചില കേസുകളിൽ രോഗികളെ UAEയിലേക്ക് തുടർ ചികിത്സയ്ക്കായി അയക്കാനും തീരുമാനിച്ചു. ലൈവ് വീഡിയോ സംവിധാനത്തിലൂടെ വിവിധ കേസുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞാണ് വിദേശ രാജ്യങ്ങളിലെയും മറ്റും സീനിയർ ഡോക്ടർമാർ ആവശ്യമായ നിർദ്ദേശം കൈമാറുന്നത്. 7 മാസം മുമ്പാണ് ഗസയിൽ UAE ഫീൽഡ് ആശുപത്രിക്ക് തുടക്കം കുറിച്ചത്. വൈദ്യപരിചരണ സംവിധാനങ്ങളിൽ നല്ലൊരു ഭാഗവും തകർന്ന ഗസയിൽ നൂറുകണക്കിന് രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ UAE ഫീൽഡ് ആശുപത്രിക്കായി. മീഡിയ 1 ദുബായ്. വാർത്തയിലേക്ക്. അൽബഹയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മലയാളി അടക്കം 4 പേർ മരിച്ചു. കോഴിക്കോട് ചക്കിട്ടപ്പാറ സ്വദേശി 28-കാരനായ ജോയൽ തോമസാണ് മരിച്ചത്. അൽബഹ തായിഫ് റോഡിലായിരുന്നു അപകടം. ഉത്തർപ്രദേശ്, ബംഗ്ലാദേശ്, സുഡാൻ സ്വദേശികളാണ് മരിച്ച മറ്റ് 3 പേർ. തൊഴിൽ വളർച്ചാ സൂചികയിൽ ഒന്നാമതെത്തി സൗദി അറേബ്യ. 67 രാജ്യങ്ങളെ പിന്നിലാക്കിയാണ് രാജ്യം ഒന്നാമതെത്തിയത്. സൗദി നാഷണൽ ലേബർ ഒബ്സർവേറ്ററിയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ഈ വർഷത്തെ ഗ്ലോബൽ കോമ്പറ്റിറ്റീവ്നെസ് ഇയർ ബുക്കിലാണ് തൊഴിൽ വളർച്ചാ സൂചികയിൽ സൗദി ഒന്നാമതെത്തിയത്. നേട്ടം 67 രാജ്യങ്ങളെ പിന്നിലാക്കിയാണ്. തൊഴിൽ വിപണിയിൽ നടത്തിയ പരിഷ്കാരങ്ങളുടെയും തൊഴിൽ നിയമങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങളുടെയും ഫലമായാണ് നേട്ടം. വിവിധ രാജ്യങ്ങളിലെ തൊഴിൽ നിയമങ്ങളുമായി താരതമ്യപ്പെടുത്തിയുള്ള പഠനത്തിന് ശേഷമാണ് തൊഴിൽ നിയമങ്ങളിലെ ഭേദഗതി. പുതിയ കണക്കു പ്രകാരം ലേബർ മാർക്കറ്റ് ഇഫക്റ്റീവ് ലെജിസ്ലേഷൻ സൂചികയിൽ 3-ാം സ്ഥാനത്താണ് സൗദി. വിദേശ തൊഴിൽ സൂചികയിൽ 4-ാം സ്ഥാനവും തൊഴിൽ വിപണിയിൽ 5-ാം സ്ഥാനവും ജോലി സമയ സൂചികയിൽ 6-ാം സ്ഥാനവും രാജ്യം കരസ്ഥമാക്കി. ജീവനക്കാരുടെ പരിശീലന സൂചികയിൽ 10-ാം സ്ഥാനത്താണ് നിലവിൽ രാജ്യം. സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകളുടെയും തൊഴിലാളികളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് വിപണി മെച്ചപ്പെടുത്തുമെന്നും കൂടുതൽ പരിഷ്കാര നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ മാസം സ്വകാര്യ മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ചത് 64,000 പുതിയ ജീവനക്കാരായിരുന്നു. 34,000-ത്തിലധികം പ്രവാസികളും ഇതിൽ ഉൾപ്പെടുന്നു. ജൂൺ മാസത്തെ അപേക്ഷിച്ച് വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. തൊഴിലാളികളുടെ എണ്ണത്തിലുള്ള വളർച്ച സ്വകാര്യ മേഖലയുടെ സ്ഥിരമായ തൊഴിൽ വളർച്ചയാണ് സൂചിപ്പിക്കുന്നതെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. മിഷാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1 റിയാദ്. ഹോം ബിസിനസ് പ്രൊജക്ടിൽ കൂടുതൽ ബിസിനസ് അവസരങ്ങളുമായി ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം. പുതുതായി 48 ചെറുകിട വ്യാപാരങ്ങൾ കൂടി പദ്ധതിക്ക് കീഴിൽ അനുവദിക്കും. 2023 ജൂണിലാണ് വീടുകൾ കേന്ദ്രീകരിച്ച് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം അനുമതി നൽകിയത്. നിലവിൽ സ്വദേശികൾക്ക് മാത്രമാണ് ഇത്തരം ലൈസൻസുകൾ ലഭിക്കുക. ആദ്യഘട്ടത്തിൽ 15 ചെറുകിട വ്യാപാര സംരംഭങ്ങൾക്കാണ് ലൈസൻസ് അനുവദിച്ചത്. പ്രോജക്റ്റ് വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് 48 ഇനങ്ങളുടെ ലൈസൻസ് കൂടി അനുവദിക്കാൻ തീരുമാനിച്ചത്. ഇതോടെ ഹോം ബിസിനസ് ലൈസൻസിന് കീഴിൽ തുടങ്ങാവുന്ന സംരംഭങ്ങളുടെ എണ്ണം 63ആയി. നട്ട്സ് വിൽപ്പന, തയ്യൽ, ബാഗ് നിർമ്മാണം, കമ്പ്യൂട്ടർ റിപ്പയറിംഗ്, സോഫ്റ്റ്വെയർ ഡിസൈനിംഗ്, വസ്ത്രവ്യാപാരം, പാദരക്ഷ വിൽപ്പന, ഇന്റീരിയർ ഡിസൈനിംഗ് തുടങ്ങിയവ ഇനി മുതൽ ഹോം ബിസിനസ് രജിസ്ട്രേഷൻ വഴി ചെയ്യാം. ഏകജാലക പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. മീഡിയ 1 ദോഹ. കുവൈത്ത് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഹ് വിവിധ ഗവർണറേറ്റുകളിലെ പൊതുസുരക്ഷാ ഡയറക്ടറേറ്റുകളിൽ പരിശോധന നടത്തി. ഓഫീസ് സംവിധാനങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളും മന്ത്രി നേരിട്ട് വിലയിരുത്തി. ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ മന്ത്രിയെ അനുഗമിച്ചു. വിവിധ കേസുകളിൽ ഉൾപ്പെടുന്നവർ രാജ്യം വിടുന്നത് തടയൽ കർശനമാക്കി കുവൈത്ത്. ഈ വർഷം ആദ്യ പകുതിയിൽ സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ 43,289 പേർക്കാണ് ആഭ്യന്തര മന്ത്രാലയം യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത്. ടെലിഫോൺ, വൈദ്യുതി, വാട്ടർ ബില്ലുകൾ എന്നിവയിലെ കുടിശ്ശികയാണ് യാത്രാ നിരോധനത്തിനുള്ള പൊതു കാരണങ്ങളാണെന്ന് അധികൃതർ അറിയിച്ചു.
വാർത്തയിലേക്ക്. സൗദിയിലേക്കുള്ള ആയുധ കയറ്റുമതി വിലക്ക് നീക്കാൻ അമേരിക്ക 3 വർഷം മുമ്പ് ബൈഡൻ ഭരണകൂടം ഏർപ്പെടുത്തിയ വിലക്കാണ് നീക്കുന്നത്. അടുത്തയാഴ്ച US കോൺഗ്രസ് അനുമതി നൽകിയാൽ കയറ്റുമതി പുനരാരംഭിക്കും. യമൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന സമ്മർദ്ദമുയർത്തിയാണ് സൗദിക്ക് US ആയുധം നൽകുന്നത് നിർത്തിവെച്ചത്. മാരക പ്രഹരശേഷിയുള്ള ആയുധ കയറ്റുമതി ഇതിന്റെ പേരിൽ നിർത്തിവെച്ചു. ജോ ബൈഡൻ അധികാരത്തിലെത്തിയ ശേഷം സൗദിയും USഉം ഇടഞ്ഞാണ് നിന്നിരുന്നത്. സൗദി മുഖം തിരിച്ചതോടെ പശ്ചിമേഷ്യയിൽ US പദ്ധതികളും പാളി. ഇതോടെ US പ്രസിഡന്റ് സൗദിയിലേക്ക് സന്ദർശനത്തിനെത്തിയിരുന്നു. എന്നാൽ പ്രഖ്യാപിത നിലപാടായിരുന്നതിനാൽ ആയുധ കൈമാറ്റ വിലക്ക് നീക്കാൻ ബൈഡൻ ഭരണകൂടത്തിനായില്ല. യമനിലെ സൗദി ഇടപെടൽ അവസാനിപ്പിക്കണമെന്നായിരുന്നു US കോൺഗ്രസിന്റെ ആവശ്യം. 2022 മാർച്ചിൽ സൗദിയും ഹൂത്തികളും വെടിനിർത്തൽ കരാറിലെത്തി. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ആയുധ വിലക്ക് നീക്കാൻ പോകുന്നത്. അടുത്തയാഴ്ച US കോൺഗ്രസ് ചേരും. അവരുടെ തീരുമാനം അനുകൂലമായാൽ ആയുധ കയറ്റുമതി ആരംഭിക്കും. ഇതോടെ പ്രതിരോധത്തിനായുള്ള കൂടുതൽ ആയുധങ്ങൾ സൗദിക്ക് ലഭിക്കും. ട്രംപിന്റെ ഭരണകാലത്താണ് റെക്കോർഡ് തുകക്കുള്ള ആയുധ കരാർ സൗദി സ്വന്തമാക്കിയത്. US ഇടഞ്ഞതോടെ റഷ്യയുമായും സൗദി ആയുധ കരാർ ചർച്ച നടത്തിയിരുന്നു. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായവുമായി കേരളൈറ്റ്സ് മെഡിക്കൽ ഫോറം കുവൈത്ത് ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിൽ നിന്നും ശേഖരിച്ച ആദ്യ ഗഡുവായ 1,51,550 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങുമായി കുവൈത്ത് സാൽമിയയിലെ അൽ റുമാൻ റെസ്റ്റോറന്റ് നാളെ ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി നൽകുമെന്ന് റെസ്റ്റോറന്റ് ഉടമകൾ അറിയിച്ചു. കുവൈത്ത് KMCC നേതൃത്വം വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി. കുവൈത്ത് മണ്ഡലം ഭാരവാഹികളായ അബ്ദുൽ അസീസ് മുണ്ടക്കൈ, സാഹിർ മുണ്ടക്കൈ എന്നിവർ ജനറൽ സെക്രട്ടറി മുസ്തഫ കാരിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് കാര്യങ്ങൾ വിശദീകരിച്ചു. ദുരിതത്തിൽ അകപ്പെട്ടവർക്കുള്ള അടിയന്തര സഹായം കൈമാറി. ഒരു കുടുംബത്തിലെ 16 പേരെ നഷ്ടപ്പെട്ട കുവൈത്ത് പ്രവാസിയായ സാഹിറിനെയും പൂർണ്ണമായി വീട് നഷ്ടപ്പെട്ട അബ്ദുൽ ലത്തീഫ്, നൌഫൽ എന്നിവരെയും KMCC ഭാരവാഹികൾ സന്ദർശിച്ചു. കുവൈത്ത് KMCC സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ സംഘത്തെ അനുഗമിച്ചു. കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. ഉന്നത വിജയം നേടിയ തൃശൂർ ജില്ലയിലെ KKMA അംഗങ്ങളുടെ മക്കൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അലിക്കുട്ടി ഹാജി, അബ്ദുൾ റസാഖ് മേലടി, ഡോക്ടർ ഷൈമ എന്നിവർ സംസാരിച്ചു. ഫറൂഖ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഫോസ ഖത്തറിന്റെ നിർധന വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായം ഫറൂഖ് കോളേജ് പ്രിൻസിപ്പലിന് കൈമാറി. 2004 മുതൽ ഫോസ ഖത്തർ ഇത്തരത്തിൽ സഹായം നൽകുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ഫറൂഖ് കോളേജ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററിലേക്കുള്ള ധനസഹായവും കൈമാറി. പ്രിൻസിപ്പൽ ഡോക്ടർ ഐഷ സ്വപ്ന, ഫോസ പ്രതിനിധികളായ മഷഹൂദ് VC, സഹീർ, ഷഹാസാദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇനി വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില. ദുബായ് കുറഞ്ഞ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 44 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കുറഞ്ഞ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 46 ഡിഗ്രി സെൽഷ്യസ്. ദോഹ കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ്. ഇനി നോക്കാം വിനിമയ നിരക്ക്. സൗദി റിയാൽ 22 രൂപ 36 പൈസ, UAE ദർഹം 22 രൂപ 86 പൈസ, ഖത്തർ റിയാൽ 23 രൂപ 6 പൈസ, ഒമാൻ റിയാൽ 218 രൂപ 32 പൈസ, കുവൈത്ത് ദിനാർ 274 രൂപ 58 പൈസ, ബഹ്റൈൻ ദിനാർ 222 രൂപ 76 പൈസ. വേനൽ അവധിക്ക് ശേഷം സൗദിയിലെ സ്കൂളുകൾ നാളെ തുറക്കും. 5 ലക്ഷത്തിലേറെ അധ്യാപകർ നാളെ ജോലിക്കെത്തും. ഈ മാസം 18-നാണ് സൗദി സ്കൂളുകളിൽ പുതിയ അധ്യയനം ആരംഭിക്കുക. കടുത്ത ചൂടിനിടെ വേനലവധിയിലായിരുന്നു സൗദിയിലെ സ്കൂളുകൾ. വേനലവധി അവസാനിപ്പിച്ച് സൗദിയിലെ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ നാളെ മുതൽ ജോലിക്ക് ഹാജരാകും. 5 ലക്ഷത്തിലേറെ അധ്യാപകരാണ് സർക്കാർ സ്വകാര്യ മേഖലകളിലായി ജോലി ചെയ്യുന്നത്. സൗദി സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ ആരംഭിക്കുക ഈ മാസം 18-നാണ്.
ഇന്ത്യൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 1-നാണ് ക്ലാസുകൾ തുടങ്ങുന്നത്. ഇതിന് ഒരാഴ്ച മുന്നേ അധ്യാപകർ സ്കൂളുകളിലെത്തും. കടുത്ത ചൂടായതിനാൽ ഇത്തവണ പല ഇന്ത്യൻ സ്കൂളുകളും ചെറിയ ക്ലാസുകളിലെ പഠനം ഓൺലൈനിലേക്ക് മാറ്റിയിരുന്നു. 35,000 സ്കൂളുകളാണ് ആകെ സൗദിയിലുള്ളത്. ഇവ തുറക്കുന്നതോടെ റോഡുകളിൽ തിരക്കേറും. ഇത് കണക്കിലെടുത്ത് ട്രാഫിക് വിഭാഗം രംഗത്തുണ്ടാകും. മീഡിയ 1 റിയാദ്. യുഎഇയിൽ ദിയാദനം നൽകാൻ പണമില്ലാത്തതിനാൽ കൊലക്കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന 5 പേർക്ക് മോചനം. റാസൽ ഖൈമയിലെ അജർ എന്ന ജീവകാരുണ്യ സംഘടനയാണ് വ്യത്യസ്ത സംഭവങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടിരുന്ന ഇവരുടെ മോചനം സാധ്യമാക്കിയത്. 1.2 മില്യൺ ദിർഹം ദിയാദനം പലരിൽ നിന്നായി സ്വരൂപിച്ച് നൽകിയാണ് തടവുകാരെ മോചിപ്പിച്ചത്. ഖത്തറിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന തുടരുന്നു. നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് 2 റെസ്റ്റോറന്റുകൾ ബഖറ മുനിസിപ്പാലിറ്റി അടച്ചുപൂട്ടി. ആരോഗ്യകരമായ ഭക്ഷണം ഉറപ്പാക്കുന്നതിന് എല്ലാ ഭക്ഷ്യസ്ഥാപനങ്ങളും രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. സ്ഥാപനങ്ങളുടെ അടച്ചുപൂട്ടലുകളും പിഴയും ഒഴിവാക്കാൻ എല്ലാ റെസ്റ്റോറന്റുകളും ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായും പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു.